വിശദമായ വാർത്തകളിലേക്ക്. പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ദശദിനാചരണ പരിപാടികൾക്ക് തുടക്കമായി. പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ദശാദിനാചരണത്തിനും സ്കൌട്ട്സ് ഗൈഡ്സ് ക്യാമ്പസ് 25-നും തുടക്കമായി. 10 ദിവസത്തെ വിപുലമായ പരിപാടികളാണ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലും മണ്ണാർക്കാടുമുള്ള പൊതുസ്ഥലങ്ങളുടെ ശുചീകരണം, താലൂക്ക് ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണം, ലഹരിവിരുദ്ധ റാലി, പൊറ്റശ്ശേരി സ്കൂളിന്റെ കൂടൊരുക്കൽ പദ്ധതിയിലെ 6ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ, സെമിനാറുകൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് ദശാദിനാചരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച NSS, SPC, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിളംബര റാലി കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പരിസരത്ത് അവസാനിച്ചു. തുടർന്ന് ദശാദിന പരിപാടികളുടെ ഉദ്ഘാടനം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ നിർവഹിച്ചു. എല്ലാ ഭാഗങ്ങളും വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങളെല്ലാം ശുചീകരണത്തിനായി ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. എല്ലാ തരത്തിലും മാതൃകാപരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. ഒരു മടിയും കൂടാതെ തന്നെ എവിടെയാണെങ്കിലും എത്ര വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങളാണെങ്കിലും അവർ മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അധ്യാപകരുടെ എല്ലാം ഉത്തരവാദിത്തത്തോടുകൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വൃത്തിഹീനമായി കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയാക്കി നല്ല രീതിയിൽ നല്ല മനോഹരമായ രീതിയിൽ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ കുട്ടികൾ. പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തരത്തിലും അവർ മാറി നിൽക്കാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിന് ഏത് കാര്യത്തിലും എല്ലാ രീതിയിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ NSSന്റെ കുട്ടികളാണെങ്കിലും SPCD ആണെങ്കിലും സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ആണെങ്കിലും കുട്ടികളാണെങ്കിലും അല്ലാത്ത നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഒരു തരത്തിലും മാറി നിൽക്കാത്ത രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ രീതിയിലും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിനെയും മുൻനിരയിൽ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളാണ്. അതുപോലെ തന്നെ 3 ദിവസത്തെ ക്യാമ്പിന് നല്ല രീതിയിൽ തന്നെ ക്യാമ്പുകൾ നടത്തുമ്പോൾ ഒരു അടിയും കൂടാതെ തന്നെ അവർ എല്ലാ ഭാഗത്തും നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല അവിടെ ഏതൊക്കെ ഭാഗം നമ്മുടെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുണ്ടോ അവിടെ എല്ലാം ഇടപെട്ടുകൊണ്ട് വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങളെല്ലാം മലിനമായി കിടക്കുമ്പോൾ ഗാന്ധി ജയന്തിയോടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തന്നെ മുന്നൊരുക്കങ്ങളോടുകൂടെയാണ് നമ്മുടെ കുട്ടികളിൽ ഇറങ്ങി ജാഥയായി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആദ്യമായി വന്നുകൊണ്ട് നല്ല രീതിയിൽ പഞ്ചായത്തിനെ നല്ല രീതിയിൽ വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തായാലും നമ്മുടെ പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ പഞ്ചായത്തിനെ തന്നെ തെരഞ്ഞെടുത്തതിൽ വളരെയധികം മനോഹരമായി തന്നെ വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ബോഡി പിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദശാദിനാചരണ പരിപാടികളുടെ വിശദാംശങ്ങൾ പ്രിൻസിപ്പൽ P. സന്തോഷ് കുമാർ പങ്കുവച്ചു. പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഗാന്ധി ജയന്തി തീർത്തും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദശദിന പരിപാടികളാണ് നമ്മുടെ സ്കൂൾ വിഭാവനം ചെയ്യുന്നത്. അതിൽ പ്രധാന പരിപാടികൾ മണ്ണാർക്കാട് ടൗണിലും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലും ഉൾപ്പെടുന്ന വിവിധ സർക്കാർ ഓഫീസുകളുടെ പരിസര ശുചീകരണം, അതുപോലെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലുള്ള രോഗികൾക്കുള്ള പൊതിച്ചോറിൻ്റെ വിതരണം, അതുപോലെ പൊറ്റശ്ശേരി സ്കൂൾ ഈ വർഷം നിർമ്മിച്ചു നൽകുന്ന 6ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ്, ലഹരിക്കെതിരെയുള്ള വിവിധ ബോധവൽക്കരണ പരിപാടികൾ, ലഹരി വിരുദ്ധ റാലികൾ, ഇത്തരം വിവിധങ്ങളായ പരിപാടികൾ ഈ വർഷത്തെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്കൂള് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഇന്ന് സ്കൂളിൽ വെച്ച് തുടങ്ങുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് 3 ദിവസത്തെ ക്യാമ്പും ആ ക്യാമ്പിനോടനുബന്ധിച്ചും ഇത്തരം വൈവിധ്യപൂർണ്ണമായ പരിപാടികൾ പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലെ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം P. രാജൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റ് KS സുനേഷ്, സ്റ്റാഫ് സെക്രട്ടറി മൈക്കിൾ ജോസഫ്, ഗൈഡ് ക്യാപ്റ്റൻ ദിവ്യ അച്യുതൻ, സ്കൌട്ട് മാസ്റ്റർ H. അനീസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ N. രംഗസ്വാമി, S. സനൽകുമാർ, T. രാധാകൃഷ്ണൻ, ജിഷ്ണുവർദ്ധൻ, PTA അംഗം V. രാജേഷ്, ലീഡർമാരായ പ്രഫുൽദാസ്, അജയ് കൃഷ്ണ, ലക്ഷ്മി നന്ദ, അനീറ്റ, അഭിനവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബ് നടത്തി. ആദ്യ ദിനത്തിൽ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ ശുചീകരിച്ചു.